UDFിന് ഭരണം ലഭിച്ച കാഞ്ഞിരപ്പുഴയിൽ വൈസ് പ്രസിഡന്റ് പദവി PK ശശിപക്ഷ സ്വതന്ത്രൻ നൽകും. ശനിയാഴ്ച നടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പുഴ CPM മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന അരുൺ ഓലിക്കലാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. പട്ടികജാതി വനിതാ സംവരണ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അശ്വതി ചന്ദ്രനാണ്. ഇടഞ്ഞു നിന്ന ലീഗിന് അവസാന 2.5 വർഷം വൈസ് പ്രസിഡന്റ് പദവി നൽകാമെന്നും ധാരണയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് UDF തിരിച്ചുപിടിച്ചെങ്കിലും ഭരണസമിതി ഉണ്ടാക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ലീഗും കോൺഗ്രസും തമ്മിൽ തെറ്റി. 21 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 5, കേരള കോൺഗ്രസ് ജോസഫ് 1, ലീഗിന് 2, ശശിപക്ഷ സ്വതന്ത്ര 2, CPM 5, CPI 1, NCP 1, BJP 2, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ലീഗും ശശിപക്ഷവും ഒരുമിച്ചതോടെ UDFിന് 10 സീറ്റിന്റെ ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ലീഗ് ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്ന കാഞ്ഞിരപ്പുഴയിൽ UDF ഒരുമിച്ച് പോകണമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. പ്രസിഡന്റ് പദവി പട്ടികജാതി വനിത ആയതിനാൽ തൃക്കളൂർ വാർഡിൽ നിന്ന് ജയിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അശ്വതി ചന്ദ്രനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. വൈസ് പ്രസിഡന്റ് പദവി ആദ്യ 2.5 വർഷം ശശിപക്ഷവും പിന്നീട് ലീഗിനും നൽകാമെന്നാണ് യോഗ തീരുമാനം. ആദ്യ 2.5 വർഷം 2 സ്ഥിരം സമിതി അധ്യക്ഷ പദവി യോഗത്തിൽ ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് തങ്ങൾക്ക് ലഭിച്ചതായി ലീഗ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരിൽ തീരുമാനമായില്ലെന്നാണ് കാഞ്ഞിരപ്പുഴ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. സ്വതന്ത്രനായി ചേലേങ്കര വാർഡിൽ വിജയിച്ച ഷമീർ UDFിനെ പിന്തുണയ്ക്കുമെന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും NCPയിൽ നിന്ന് രാജിവെച്ചെത്തിയ സിദ്ദിഖ് ചോപ്പാടിനെ പരാജയപ്പെടുത്തിയ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും NCPയിൽ നിന്ന് രാജിവെച്ചെത്തിയ സിദ്ദിഖ് ചോപ്പോടനെ പരാജയപ്പെടുത്തിയ മുൻ കോൺഗ്രസുകാരനായ സ്വതന്ത്ര അംഗം റഫീഖ് ആകട്ടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലുമ്പുലാശ്ശേരി.